ഇവിടെയാ നീ ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും തല്ലുകൊള്ളേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്തായാലും സാരല്ല, കിട്ടേണ്ടത് കിട്ടി കോട്ടെ. ഇനി അതിങ്ങി തന്നേക്ക്. ഇത്രയും നേരം നീ സൂക്ഷിച്ചു വെച്ചിരുന്നേന് അതിനകത്തുനിന്ന് ഒരു 10 100 നിനക്ക് തന്നേക്കാം. അതും വാങ്ങി മിണ്ടാതെ സ്ഥലം വിട്ടോണം. താ ഇവിടെ. ഇല്ല, ഞാൻ തരില്ല. നീ തരില്ലല്ലേ? വേണ്ട, ഞങ്ങള് വാങ്ങിച്ചോളാം. താടി ഇവിടെ. വിടരുത് ഇവിടെ. പിടിച്ചു വാങ്ങി. തരാനല്ലേ പറഞ്ഞത്? ഇനി നീ പൊയ്ക്കോ. എങ്ങോട്ടാ വെച്ചാ പൊയ്ക്കോ. ടീന, ടീന, എന്തു പറ്റി? അവളുടെ കാറ്റ് പോയോ? നീലി, ഇവള് മരിച്ചെന്ന് തോന്നുന്നു. ശ്വാസമില്ല. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഇനിയിപ്പോ എന്ത് ചെയ്യും? അവളുടെ കയ്യിൽ നിന്ന് പണം തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് കൊല്ലണ്ടായിരുന്നു. ഒക്കെ നീലിയുടെ എടുത്തുചാട്ടം കൊണ്ടുണ്ടായതാ. ആരെങ്കിലും അറിഞ്ഞ അതോടെ തീർന്നുവല്ല. എനിക്കൊക്കെ പേടിയാവുക. നമുക്ക് മാഡത്തെ വിളിച്ചൊന്ന് വിവരം പറഞ്ഞാലോ? മാഡം നമ്മെ സഹായിക്കാതിരിക്കില്ല. വേണ്ട, ആരുടെ സഹായവും വേണ്ട. കൊന്നത് ഞാനാണെങ്കി അത് കുഴിച്ചു മൂടാനും എനിക്കറിയാം. എത്രയും പെട്ടെന്ന് ഡെഡ് ബോഡി ആരും അറിയാതെ ഇവിടെ നിന്ന് മാറ്റണം. നമ്മള് മാത്രം വിചാരിച്ച അത് നടക്കോ നീലി? നമുക്ക് ആന്റണിയെ കൂടെ വിളിച്ചാലോ? അയാൾക്കൊരു ഫുൾ ബോട്ടിൽ വാങ്ങിച്ചു കൊടുത്താൽ എന്ത് വേണമെങ്കിലും ചെയ്യും. വേണ്ട, ഇതിന് നമ്മൾ 3 പേരും അല്ലാതെ മറ്റൊരു ചെവി അറിയാൻ പാടില്ല. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. നീലി, അത് എന്നാലും എനിക്കെന്തോ. നിനക്കൊക്കെ പേടിയാണെങ്കിൽ വേണ്ട, ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. പിന്നെ എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൈപ്പിഴ പറ്റി പുറം ലോക വിവരം അറിഞ്ഞാൽ കുടുങ്ങുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല, കൂടെ നിങ്ങളുണ്ടാവും. വാ. നീ പോയി ചാക്കെടുത്തിട്ട് വാ.